നമസ്തേ, എല്ലാവർക്കും എൻട്രി ഇൻ ഫ്യൂച്ചർ പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് 2022 ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യാനായിട്ടാണ് പോകുന്നത്. 2000 തൊട്ട് ഈ കഴിഞ്ഞ 2023 ഓഗസ്റ്റ് വരെയുള്ള എല്ലാ പ്രീവിയസ് ചോദ്യ പേപ്പറുകളുടെയും വർക്കൗട്ടുകൾ നമ്മുടെ വീഡിയോയിലുണ്ട്, ചാനലുണ്ട്. നിങ്ങൾ കാണാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ചോദ്യത്തിലേക്ക് പോവാം, സമയം കളയണ്ട. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഒളിമ്പിക്സിൽ അത്ലറ്റിക് വിഭാഗത്തിൽ ആദ്യമായി സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരം. എന്താ ചോദിച്ചിരിക്കുന്നത്? ഒളിമ്പിക്സിൽ അത്ലറ്റിക് വിഭാഗത്തിൽ ആദ്യമായി സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരം ആര് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ആരെങ്കിലും എക്സാമിന് പോയി എഴുതിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് അറിയിക്കുക. അപ്പോൾ എ എന്ന് പറയുന്നത് അഭിനവ് മിന്ദ്ര, ബി കർണം മല്ലേശ്വരി, സി നീരജ് ചോപ്ര, ഡി സുശീൽ ശർമ്മ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് നീരജ് ചോപ്രയാണ്, സി ആണ്. ഒളിമ്പിക്സ് അത്ലറ്റിക് വിഭാഗത്തിൽ ആദ്യമായി സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരം, നമ്മുടെ ഇന്ത്യൻ കായിക താരമാണ് ആരെന്ന് പറയുന്നത്? നീരജ് ചോപ്ര. ഈ ക്വസ്റ്റ്യൻ PSC 3 പ്രാവശ്യമാണ് ചോദിച്ചിട്ടുള്ളത്. 3 പ്രാവശ്യം ചോദിച്ചു, അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ മറക്കരുത്. ഒളിമ്പിക്സ് അത്ലറ്റിക് വിഭാഗത്തിൽ ആദ്യമായി സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരമാണ് നീരജ് ചോപ്ര. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, നമ്മുടെ ചോദ്യം, ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം നിലവിൽ വന്നതെന്ന് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ 2018, ഓപ്ഷൻ ബി 2019, ഓപ്ഷൻ സി 2020, ഓപ്ഷൻ ഡി 2021. അപ്പോൾ 2019 അപ്പോൾ നമ്മുടെ ഉത്തരവെന്ന് പറയുന്നത് 2019. 2019 ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം നിലവിൽ വന്നത്. അപ്പോൾ നിങ്ങൾ മറന്നു പോകരുത്, ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം നിലവിൽ വന്നത് 2019. ഓപ്ഷൻ ബി ആണ് എന്തെന്ന് പറയുന്നത് ഉത്തരം. അടുത്ത് നമുക്ക് മൂന്നാമത്തെ ചോദ്യം നോക്കാം. 2021 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി ആര് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമ്മുടെ ചാനലിൽ എഴുത്തച്ഛൻ പുരസ്കാരം, അതായത് 2000 തൊട്ട് ഈ കഴിഞ്ഞ 2023 വരെയുള്ള എഴുത്തച്ഛൻ പുരസ്കാരത്തിൻ്റെ ജേതാക്കളെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങളത് കാണാൻ മറക്കരുത്. അപ്പോൾ 2021 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പി വത്സലയാണ്. പി വത്സലയ്ക്കാണ് 2021 എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടുന്നത്. അതുപോലെ തന്നെ സക്രിയ, ഓപ്ഷൻ എ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. സക്രിയയ്ക്ക് കിട്ടുന്നത് 2020 കേട്ടോ. അതുപോലെ എം മുകുന്ദൻ എനിക്ക് തോന്നുന്നു 2016 തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കാണാൻ മറക്കരുത്, തീർച്ചയായും കാണുക. അപ്പോൾ മൂന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്, 2021 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി ആര്? പി വത്സലയ്ക്കാണ് 2021 എഴുത്തച്ഛൻ പുരസ്കാരത്തിൻ്റെ അവാർഡ് ലഭിക്കുന്നത്. അപ്പോൾ ഇത് എത്ര രൂപയാണ്? 5 ലക്ഷം രൂപയും ശില്പവുമാണ് എന്ത് ചെയ്യുന്നത്, കൊടുക്കുന്നത്. അത് മറക്കരുത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നാലാമത്തെ ചോദ്യം, കേരളത്തിൽ 2021 നിലവിൽ വന്ന നിയമസഭാ സംസ്ഥാനത്തെ എത്രാമത്തെ നിയമസഭയാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ 15 നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് സി ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ 15ാമത്തെ നിയമസഭയാണ് കേരളത്തിൽ 2021 എന്ത് ചെയ്യുന്നത്, നിലവിൽ വന്നത്. അപ്പോൾ ഇത് മറന്നു പോകരുത്. അടുത്ത് 5ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. 2022 ഫെബ്രുവരിയിൽ ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹം ഏത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻസ് എന്ന് പറയുന്നത് എ GSAT-11, അതുപോലെ ബി EOS 04, അതുപോലെ സി CMS-01, അടുത്ത ഡി എന്ന് പറയുന്നത് എമിസ്റ്റൻ. അപ്പോൾ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ബി ആണ്. നമ്മുടെ ഉത്തരം EOS 04 ആണ് നമ്മുടെ ഉത്തരം. അതായത് 2022 ഫെബ്രുവരിയിൽ ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹമാണ് EOS 04. അടുത്ത് 6ാമത്തെ ചോദ്യം നോക്കാം. 2020 ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ച സമിതിയുടെ ചെയർമാൻ ആര് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് കെ കസ്തൂരി രംഗനാണ് എന്തെന്ന് പറയുന്നത് 2020 ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ച സമിതിയുടെ ചെയർമാൻ.
കേട്ടോ. അപ്പോൾ ഈ ഒരു ചോദ്യവും കഴിഞ്ഞ ഒരു പ്രാവശ്യം എന്തോ ചോദിച്ചിട്ടുണ്ട്, ഞാനൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതാണ്. അടുത്ത 7ാമത്തെ ചോദ്യം, 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാരക രോഗങ്ങൾക്കായി സൗജന്യ ചികിത്സ നൽകുന്നു. കേരള സർക്കാർ പദ്ധതി ഏത്? എന്താണ് ചോദിച്ചിരിക്കുന്നത്? 18 വയസ്സിന് താഴെയുള്ള, എപ്പോഴാണ് 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാരക രോഗങ്ങൾക്കായി സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാർ പദ്ധതി ഏത്? താലോലം. അപ്പോൾ നമ്മൾ 4 മുതൽ 7 വരെയുള്ള ചോദ്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ കേരളത്തിൽ 2021 നിലവിൽ വന്ന നിയമസഭ സംസ്ഥാനത്തെ എത്രാമത്തെ നിയമസഭയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 15. അതുപോലെ തന്നെ ഫെബ്രുവരിയിൽ 2022 ഫെബ്രുവരിയിൽ ഇന്ത്യ വിജയകരമായിട്ട് വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹമാണ് EOS-04. 2020 ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ച സമിതിയുടെ ചെയർമാൻ ആര് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. കെ കസ്തൂരി രംഗൻ. അതുപോലെ 7ാമത്തത് താലോലമാണ് ഉത്തരം. നമുക്ക് അടുത്ത ചോദ്യത്തിൽ നോക്കാം. 8ാമത്തെ ചോദ്യം, 2021 JC ഡാനിയൽ പുരസ്കാരം നേടിയത് ആര് എന്നുള്ളതാണ് ചോദ്യം. പി ജയചന്ദ്രനാണ് 2021 JC ഡാനിയൽ പുരസ്കാരം നേടിയത്. അതായത് JC ഡാനിയൽ അവാർഡ് എന്ന് പറയുന്നത് മലയാള ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരമാണ്. പക്ഷേ JC ഡാനിയൽ അവാർഡ് 2021 സംവിധാൻ KP കുമാരന് അതുപോലെ തന്നെ പി ജയചന്ദ്രൻ ചെയർമാനായ ജൂറിക്കാണ് കിട്ടുന്നത്. നമുക്ക് അടുത്ത ചോദ്യത്തിൽ നോക്കാം. 9ാമത്തെ ചോദ്യം, കേരളത്തിലെ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതു ജില്ലയിലാണ്? തിരുവനന്തപുരം. അതുപോലെ 10ാമത്തത്, കേരളത്തിൽ ആദ്യമായി 100% വാക്സിനേഷൻ പൂർത്തിയാക്കുക ഗോത്ര പഞ്ചായത്ത് ഏത് എന്നുള്ള ചോദ്യം. നൂൽപ്പുഴയാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ബാക്കി ക്വസ്റ്റ്യൻസൊക്കെ ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമസ്തേ.